റോഡിലേക്ക് വലിച്ചെറിഞ്ഞ വേസ്റ്റ് വാരിയെടുത്ത് എന്റെ കാറിൽ കൊണ്ട് എറിഞ്ഞവളാ. ഇപ്പതേ ആ വേസ്റ്റ് നേരിട്ട് എന്റെ വീട്ടിൽ വന്ന് നിൽക്കുവാണല്ലോ. എന്തു പറ്റി? മാപ്പിരക്കാൻ വന്നതാണോ? ഇനിയിപ്പോ ഫോട്ടോ നോക്കി മാപ്പിരക്കൊന്നും വേണ്ട. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, മുന്നിലിങ്ങനെ നിൽക്കുവല്ലേ ഞാൻ. മുഖത്ത് നോക്കി തന്നെ മാപ്പ് ചോദിച്ചോളൂ. തെറ്റ് ചെയ്തവരല്ലേ മാപ്പിരക്കേണ്ടത്. ഞാൻ അതിനു വേണ്ടി ഒരു തെറ്റും ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പൊ തെറ്റ് ചെയ്തത് നിങ്ങളാ. പ്രണവ് ശിവാനിയെ വിവാഹം കഴിക്കുന്നതിനോട് ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും താല്പര്യമില്ല. അവരെ ഇറക്കി വിടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഒരു പ്രയോഗം നടത്തിയല്ലോ ഞങ്ങളുടെ കുടുംബം ഒന്ന്. അതായത് ഈശ്വരമംഗലം വീടിനെ തന്നെയാണോ ഉദ്ദേശിച്ചത്? അല്ല, ഈ വസുന്ധര ഈ പറഞ്ഞ ഈശ്വരമംഗലം കുടുംബത്തിൽ തന്നെ ഉള്ളതല്ലേ? വസുന്ധരയ്ക്ക് ഈ വിവാഹത്തിനോട് വലിയ താല്പര്യമാണല്ലോ. ഇനിയിപ്പോ വസുന്ധരയ്ക്കും ഈ വിവാഹത്തിൽ താല്പര്യമില്ലാന്ന് തന്നെ വെച്ചോ. അതെന്റെ ഒരു സബ്ജക്റ്റേ അല്ല. പ്രണവിന്റെ ശിവാനിയുടെ വിവാഹം നടക്കുന്നതിൽ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാ, ഒരുതരം ക്രേസ്. നീ എന്നെ തേടി വരണമെന്ന് ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെയാ പ്രണവിനെയും ശിവാനിയെയും ഞാൻ എന്റെ ഈ വീട്ടിൽ തന്നെ പാർപ്പിച്ചത്. നീ എന്നെ തല്ലിയപ്പോ ആ വേദന ആ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു. പക്ഷേ ഞാൻ തിരികെ തരാൻ പോകുന്ന അടിയുണ്ടല്ലോ, അതിന്റെ വേദന നിനക്ക് ഓർമ്മശക്തി ഉള്ളിടത്തോളം കാലം നിനക്ക് മറക്കാൻ പറ്റില്ല. പ്രണവൻ ശിവാനിയും ഇപ്പൊ ഞങ്ങളുടെ കൺട്രോളിലാ. ഞങ്ങൾക്ക് കിട്ടിയ തുറുപ്പ് ചീട്ടാണവർ. അവരെ വെച്ച് കളി തുടങ്ങാൻ പോവാ. കളിച്ച് തോൽപ്പിക്കും നിങ്ങളെ. എതിരാളിയെ തോൽപ്പിക്കാൻ CKC എന്ത് തറക്കളയും കളിക്കുമെന്ന് എനിക്കറിയാം. എന്നെ ഒന്ന് തോൽപ്പിക്കാനുള്ള അവസരം തേടി നടക്കുവാണെന്നും എനിക്കറിയാം. പക്ഷേ ഇത്രയും തരം താഴ്ന്നു പോകരുത്. വീണ്ടും ഞാൻ പറയുക, പ്രണവിനെ ഇറക്കി വിടുന്നതായിരിക്കും നല്ലത്. എന്നെ തോൽപ്പിക്കാൻ ഇത്തരം കുറുക്കുവഴികൾ സ്വീകരിക്കരുത്. എന്റെ യാത്രയുടെയും വഴികളുടെയൊക്കെ സ്വഭാവം ഗൗതം തീരുമാനിക്കണ്ട. ചിലപ്പോ കുറുക്കുവഴിയായിരിക്കും, ചിലപ്പോ നേർവഴിയായിരിക്കും. എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തണം, അത്രേ ഉള്ളൂ. നിന്നെ തളയ്ക്കാനൊരു ചങ്ങല തിരക്കി നടക്കുമായിരുന്നു ഞാൻ. അപ്പോഴാ വസുന്ധരയുടെ ഫോൺ കോൾ എനിക്ക് വരുന്നത്. പ്രണവിനെയും ശിവാനിയെയും എന്റെ വീട്ടിൽ ഒളിപ്പിക്കണമെന്ന ആവശ്യവുമായി. ഇതിനേക്കാൾ വലിയൊരു പെർഫെക്റ്റ് വെപ്പൺ ഇനി എന്റെ കയ്യിൽ കിട്ടുമെന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമല്ലേ ഗൗതം? തോൽക്കാൻ പോവാണ് ഗൗതം നീ. നിന്റെ അനിയനെ വെച്ച് തന്നെ ഞാൻ തോൽപ്പിക്കും നിന്നെ. എന്റെ അനിയനെ വിട്ടു തന്നല്ലേ ചന്ദ്രബോസ് തനിക്കെന്നെ തോൽപ്പിക്കാൻ പറ്റൂ. അവനെ ഇനി താൻ എവിടെ ഒളിപ്പിച്ചാലും ഞങ്ങൾ അവനെ കൊണ്ടുപോകും. അതിന് തന്റെ അനുവാദമൊന്നും ഞങ്ങൾക്ക് വേണ്ട. പ്രണവ്, പ്രണവ്, ഇറങ്ങി വാ. ഇറങ്ങി വരാനാ പറഞ്ഞ. ഏയ്, വെറുതെ കിടന്ന് വിളിച്ചു പോവണ്ട. അവൻ ഇറങ്ങി വരില്ല. ഇറങ്ങി വന്നില്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകും. എവിടെ ഉണ്ടെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. വാ.
പ്രണവ് 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 പ്രണവ്